ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നാഷണൽ ഹൈവേൻ്റെ വർക്ക് നമ്മളിന്നുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്താണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പാലത്ത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒരുപാട് വർക്കുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ഈ നാഷണൽ ഹൈവേൻ്റെ വർക്കുകൾ കാണിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നടക്കുന്ന വർക്കുകളുടെ വർക്കിംഗ് പ്രോഗ്രസ്സുകളൊക്കെ നിങ്ങൾ കാണിക്കാച്ചു. അപ്പോൾ റയ്യ് നമ്മളെ മോനെ നമ്മളെ കൂടെ വീഡിയോയിൽ ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ അതേമാതിരി നമ്മളെ ചാനലിൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളെ കേരളത്തിലെ NH66 കേട്ടോ, NH66 ന്യൂ നാഷണൽ ഹൈവേ. ഇത് നമ്മൾ മണ്ണുത്തി തൃശ്ശൂർ ഭാഗത്ത് പണി പൂർത്തിയായതാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇനി കാണിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ റോഡിൻ്റെ വർക്ക് തീരാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ സർവീസ് റോഡുകൾ, അതിൻ്റെ സെൻറ്ററിൽ ഡിവൈഡർ, രണ്ട് സൈഡിൽ ബാരിക്കേഡ്, സെൻറ്ററിൽ ബാരിക്കേഡ്, ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്ന് ഷൂട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലെ ഇടിമുക്കിൽ ഭാഗത്താണ്. നമ്മൾ ഇടിമുക്കിൽ ഭാഗത്തുനിന്ന് ചേളാരി ഭാഗത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ മാന്യ പ്രേക്ഷകർ നമ്മൾ കൂടെ ഇങ്ങനെ യാത്ര ചെയ്താൽ നമുക്ക് ആ ഭാഗത്ത് നടന്ന റോഡിൻ്റെ നാഷണൽ ഹൈവേയുടെ വർക്കുകൾ കഴിഞ്ഞ ഒരു മാസം മുന്നേ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഇതിലും വ്യത്യസ്തമായിട്ട് എന്തൊക്കെ വർക്കുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വീക്ഷിച്ചിട്ട് വീഡിയോ ദൃശ്യങ്ങളായിട്ട് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇടിമുക്കിൽ ഭാഗത്ത് നമുക്കറിയാം, ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് മരങ്ങൾ, ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇതിൻ്റെയൊക്കെ രൂപത്തിൻ്റെ ഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ട് നമ്മൾ ഈ നാഷണൽ ഹൈവേ NH66 കടന്നു പോകണം. അപ്പോൾ ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ ഇതിൻ്റെയൊക്കെ ഇതല്ല ഞാൻ ചെയ്ത പഴയ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ രൂപം എന്തായിരുന്നു എന്നൊക്കെ. ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നടന്നിട്ടുണ്ട്. ഒരു 2-3 മാസം 4 മാസത്തിനുള്ളിലായിട്ട് ഒരുപാട് മാറ്റങ്ങൾ, ഈ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാനുള്ളതാണ്, എല്ലാം നല്ല. പക്ഷേ അതേപോലെ തന്നെ ഈ ട്രാൻസ്ഫോമറുകൾ, ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ മാറ്റേണ്ട വർക്കുകളുണ്ട്. അപ്പോൾ നമ്മളെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ മോനാണ് നമ്മളെ ക്യാമറമാന്, അവനാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നറിയില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞത്. കാരണം ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടേ, ബൈക്ക് ഓടിക്കലും ഈ ഷൂട്ട് ചെയ്യലൊക്കെ ഒന്നിച്ച് നടക്കില്ല എന്ന് കരുതിയിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇടത് സൈഡിലൊക്കെ നമുക്കറിയാം ഒരുപാട് ചെറിയ പഴയ കെട്ടിടങ്ങളും പുതുതായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ മേടിച്ച് നേരത്തിന്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു എന്ത് റോഡിൻ്റെ പേര് എന്തോന്ന് ഞാൻ മറന്നു, ചെന്തുക്കുന്ന എന്തൊരു റോഡ്. അപ്പോൾ ആ റോഡിന് കുറുകെ ആയിട്ടാണ് നമുക്കിപ്പോൾ അതിന് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അവിടെ. അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോൺക്രീറ്റ് ഈ മിക്സർ വന്നിട്ട് ഇപ്പോൾ അവിടെ ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് അതിങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ് തൽക്കാലം പണി. അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ അടിയിൽ ഒരുപാട് നല്ല വീതിയിലൊരു സ്ലാബൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊരു പില്ലറൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ നല്ല കെട്ടുറപ്പോടുകൂടി, നല്ല ഉറപ്പോടുകൂടിയായിട്ട് വർക്കുകളൊക്കെ നടക്കുന്നത്. നമുക്ക് ഇടിമുഴിക്കൽ നമ്മൾ മേലെ ഭാഗം ഒരു വളവൊക്കെ ഇടിമുഴിക്കലെ വളവൊക്കെ ഒഴിവാക്കിയിട്ട് ബൈപ്പാസ് വരുന്നുണ്ട്. ആ ഒരു ബൈപ്പാസിലാണ് ഇപ്പം ഇതുവരെ നമ്മളതിന് യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ബൈപ്പാസിലൂടെയാണ് ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട് കേട്ടോ, 600 മീറ്ററാന്ന് തോന്നുന്നു ഇവിടെ ഒരു ചെറിയ അലൈൻമെൻറ്റ് നടന്നത്. അപ്പോൾ അതിലൂടെയാണ് ഇപ്പം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോൻ്റെ കയ്യിലാണ് നമ്മളെ ഫോണുള്ളത്. ആ ഫോൺ ഇങ്ങനെ ഷെയ്ക്ക് ആവേണ്ട സ്റ്റെബിലിറ്റി ഇല്ലാണ്ട് കുറച്ചൊക്കെ ചെറിയ വീഡിയോസായിട്ടൊക്കെ നിങ്ങൾക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അവനിങ്ങനെ എന്നാലും നമുക്കിങ്ങനെ നമുക്ക് ഇനി അടുത്തത് കോഴിക്കോട് ജില്ലകൾ കവർ ചെയ്യും. മലപ്പുറം ജില്ല ഇത് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾ കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങൾ, കാസർഗോഡ് ഭാഗങ്ങളൊക്കെ 2 മാസമൊക്കെ ആയി ചെയ്തിട്ട്. ഇപ്പോൾ നോമ്പായതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. ആ ഭാഗങ്ങളൊക്കെ വീഡിയോ ചെയ്യണമെന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഈ റോഡിൻ്റെ വർക്കുകളെ ഓരോരോ ഘട്ടങ്ങളായിട്ട് എല്ലാ വർക്കുകളും കാണിക്കുമെന്ന്
ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നമ്മളെ കൂടെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ വീഡിയോസ് ലക്ഷക്കണക്കിനല്ല 1 ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ നമ്മളെ വീഡിയോസ് ഇവിടെ ഉള്ള ഒരു വളവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഡിവൈഡറൊക്കെ ഇപ്പോൾ വന്നതൊക്കെ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഭാഗത്തുള്ള മരങ്ങളൊക്കെ മുറിച്ച് മാറ്റുന്ന ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി കവാടം നമുക്കറിയാം പൊളിച്ചു മാറ്റും. മരമുറികളാണ് ഈ ഭാഗത്തുള്ള. ഈ സെൻറ്ററിലൂടെ നമ്മൾ കാണുന്ന ഈ വാരിക്കടൊക്കെ ഒഴിവാക്കി അതുപോലെ തന്നെ ആ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാനുള്ളതാണ്. ഇവിടെയൊക്കെ ഈ ഒരു വലിയ മരത്തിൻ്റെ ചില്ലേക്ക് മുറിച്ച് മാറ്റുന്ന ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ എതിർ സൈഡിൽ ചെറിയൊരു പൂക്കളും ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊരു മനോഹരമായിട്ടുള്ള സ്ഥലം കണ്ടപ്പോൾ അന്നിങ്ങനെ വീഡിയോയിൽ പകർത്തിയിട്ടോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതിലേക്ക് യാത്ര ചെയ്തിട്ട് നമ്മളതൊക്കെ അറിയാമല്ലോ. ഇന്നിപ്പോൾ ഈ ഒരു പണികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ഥലം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ സ്ഥലങ്ങൾ അടയാളം വെക്കുന്നത് ഒരു നോക്കിൽ ബസ് സ്റ്റോപ്പുകൾ അല്ലെങ്കിൽ ആ ടൗണിലുള്ള മരങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാം. പക്ഷെ അതൊക്കെ സൈഡിൽ നിന്ന് മുറിച്ച് മാറ്റി പിന്നെ വിജനമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സ്ഥലങ്ങളൊന്നും ഇവിടെ ഈ ബസ് സ്റ്റോപ്പ് തൽക്കാലം ഒരു തണലായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ മുന്നിൽ സെൻട്രലല്ലേ അവർ ആ ടൗണിലുള്ള ഒരു ബസ് സ്റ്റോപ്പ്. അതുപോലെ തന്നെ നമുക്ക് കോഹിനൂർ ഇവിടെയാണ് നമുക്ക് ട്രക്ക് ലേവൈ, അതായത് ട്രക്കുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം വരുന്നത് നമ്മളെ ഒരു റീച്ചിൽ ഇവിടെയാണ്, കോഹിനൂരാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചെളാരി ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്കറിയാം ജഗതി വളവ്. മൂപ്പര് നമ്മളെ ജഗതിയേട്ടൻ ആക്സിഡൻ്റ് ആയതിൻ്റെ ശേഷം അതിൻ്റെ പേര് അവിടെ അങ്ങനെയാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ മണ്ണിട്ട് നികത്തുന്ന ജോലികൾ, ആ വളവൊക്കെ നിർത്തിയിട്ട് ചെറിയൊരു അലൈൻമെൻറ്റൊക്കെ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ഭാഗത്ത് ഇവിടെ ഹൈറ്റ് കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണിട്ട് ഒരു ഭാഗം മണ്ണിട്ട് ഇങ്ങനെ പൊന്തി ഉയർത്തി വരുന്നേ ഉള്ളൂ കേട്ടോ.
സെൻട്രൽ ഇലക്ട്രിക് പോസ്റ്റുകൾ അല്ല അത്യാവശ്യമൊന്നുമില്ല, മണ്ണിട്ട് നികത്തിയിട്ടിട്ട് ആരെങ്കിലും. അതുപോലെ നമ്മൾ കുറച്ചെല്ലാം നമ്മൾ കാണിച്ച വീഡിയോയിലൊക്കെ നമ്മൾ സമസ്തൻ്റെ ബിൽഡിംഗ് ഇതെന്താ കാരണം, ഇതെന്താണ് ഇതിൻ്റെ ബാക്കിയൊന്നും അറിയില്ല കേട്ടോ. ഇതൊക്കെ ഇപ്പോഴും പൊളിക്കാതെ ഇങ്ങനെ ഇട്ടേക്കാണ്. അത് കഴിഞ്ഞിട്ട് താഴേച്ചേളാരി മേലേച്ചേളാരി കഴിഞ്ഞ് താഴേച്ചേളാരിക്ക് വരുമ്പോൾ വലത് സൈഡിലൊക്കെ പൊളികൾ, ആ ഒരു സൈഡിലുണ്ടായിരുന്ന ബിൽഡിങ്ങുകളൊക്കെ അടിച്ച് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്താ പറയുക പണികൾ അത്ര ഒരു എന്താ പറയുക ദ്രുതഗതിയിൽ അല്ലെങ്കിലും കൂടിയിട്ട് എന്നാലും പണികൾ വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളെ എന്താ പറയുക തിരൂർ ഭാഗത്തേക്ക് നമ്മളെ ചെമ്മങ്കട് ആ ഒരു പാലത്തിൻ്റെ അടുത്തൊക്കെ പോണ റോഡ് അതിന് പിന്നെ നമുക്ക് അതിനായിട്ട് ഇതൊക്കെ 25 മീറ്ററിലാണ് കേട്ടോ. 25 മീറ്ററിലാണ് ഈ അണ്ടർ പാസുകളൊക്കെ ഇവിടെ വരുന്നത്. താഴേച്ചളരിൽ അണ്ടർ പാസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുവിധം അണ്ടർ പാസുകളൊക്കെ അതുപോലെ തന്നെ തലപ്പാറ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇൻഷാല്ലാ. ആ ഒരു ഭാഗം അവിടെ ഒരു അണ്ടർ പാസുകൾ വരുന്നുണ്ട്. അതൊക്കെ 25 മീറ്ററിലാണ്. അവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടായി, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഏത് സൈഡിലൊക്കെ ഈ ഓട്ടോ പാർക്ക് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ റോഡിൽ നമ്മളെ നാഷണൽ ഹൈവേയിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. അതൊക്കെ ഇനി ഇതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം മുഴുവനാകുമ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെയൊക്കെ മണ്ണിട്ട് നികത്തുന്ന ജോലികൾ, അതുപോലെ തന്നെ അതിൻ്റെ മണ്ണിട്ട് നികത്തിലുള്ള മാന്തിക്ക് വൃത്തിയാക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇത്രയൊന്നും വർക്കുകൾ നടന്നിട്ടില്ല. ഇവിടെയൊക്കെ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ പകുതി പൊളിച്ചിട്ട് ബാക്കി ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ അവിടെ വെച്ച് ആ ബിൽഡിങ്ങുകൾ പിന്നെ മോഡിഫൈ ചെയ്ത് ഇപ്പോൾ പഴയ രൂപത്തിലേക്ക് വരുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡുകൾ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ മണ്ണിട്ട് നികത്തുന്ന ജോലികൾ. അതിൻ്റെ കൂടെ തന്നെ എന്താ വെള്ളത്തിൻ്റെ പൈപ്പ് ലൈനും പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞ NH66 നാഷണൽ ഹൈവേൻ്റെ നമ്മളെ സർവീസ് റോഡ് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് പിന്നെ ഫുട്പാത്ത്, ഡ്രൈനേജ്, വെള്ളത്തിൻ്റെ പൈപ്പുകൾ, അതുപോലെ കേബിളുകൾ അങ്ങനെ. അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലതൊക്കെ ഇവിടെയൊക്കെ മണ്ണിട്ട് നികത്തുന്ന ജോലി ഏകദേശം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ചേളാരി വരെയാണ്, നമ്മൾ ഇടിമുഴിക്കൽ മുതൽ ചേളാരി വരെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി അടുത്ത അപ്ഡേറ്റിൽ നമ്മൾ ഇവിടുന്ന് ചേളാരി മുതൽ കുളപ്പുറം വരെയുള്ള ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. നമുക്കറിയാം ഇത് KNR കൺസ്ട്രക്ഷൻ, അതായത് 2 റീച്ച് മലപ്പുറം ജില്ലയിലെ 2 റീച്ചും KNR ആണ് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ മാന്യ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഫ്രണ്ട്സേ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത്